നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളിൽ വൈപ്പറിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും വൈപ്പർ കെയറിങ്ങിനെക്കുറിച്ചുമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഓരോ 6 മാസം കൂടുന്തോറും വൈപ്പർ കെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. ഈ കാണുന്ന വൈപ്പർ ഫ്രെയിംലെസ് വൈപ്പറാണ്. മുൻപ് ഈ വാഹനത്തിൽ ഫ്രെയിംലെസ് വൈപ്പർ തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഫ്രെയിംലെസ് വൈപ്പറിനൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഈ സെൻറ്റർ ഭാഗം വച്ചിട്ട് ഇളകിപ്പോവും. അതിൻ്റെ റബ്ബർ പോർഷൻ ഇളകി മാറിപ്പോവും. അപ്പോൾ ആ ഒരു പ്രശ്നം നിലവിൽ ഉണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വൈപ്പറാണ് ഇത്. ഫ്രെയിമുള്ള വൈപ്പറാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ കാണുന്ന റബ്ബറിൻ്റെ പോർഷൻ ഹാർഡായിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ഹാർഡാവുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, വൈപ്പർ ഇടുമ്പോൾ ആ വൈപ്പർ അടിക്കുന്ന പോർഷൻ ഗ്ലാസിൻ്റെ മറ്റ് ഭാഗങ്ങളെല്ലാം പോറിൽ വീഴുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമല്ല, ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, പൊടിയുടെ ആ തരിയൊക്കെ പറ്റിയിരിക്കുന്നത് അറിയാൻ സാധിക്കും. അതുമല്ല, വൈപ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ കാണുന്ന ഭാഗം കറക്റ്റ് ഗ്ലാസിനോട് ചേർന്ന് തന്നെ നിർത്തണം. ഏതെങ്കിലും ഒരു സൈഡ് കയറിയോ ഇറങ്ങിയോ നിൽക്കുകയാണെങ്കിൽ വൈപ്പർ ഈ കാണുന്ന ബ്ലേഡ് ശരിയായിട്ടുള്ള രീതിയിൽ പിടിക്കാത്തൊരവസ്ഥ വരും. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാണുന്ന വാഹനം ഷെവർലെറ്റിൻ്റെ തവേരയാണ്. തവേരയുടെ ബ്ലേഡിൻ്റെ സൈസ് വരുന്നത് 22-16 വരുന്നത്. വലിയ ബ്ലേഡിൻ്റെ സൈസ് വരുന്നത് 22, ചെറിയ ബ്ലേഡിൻ്റെ സൈസ് വരുന്നത് 16 വരുന്നത്. ഓക്കെ, നമുക്കിനി ബ്ലേഡ് സെറ്റ് ചെയ്യാം. ബ്ലേഡ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ കാണുന്നതിൻ്റെ സേഫ്റ്റി കവറെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. അതെല്ലാം മാറ്റിയതിന് ശേഷം, സെറ്റ് ചെയ്ത ശേഷം ഒരു വീഡിയോ കാണിച്ചു തരാം. ബ്ലേഡ് സെറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, പഴയ ബ്ലേഡിൻ്റെ കാണിച്ചു തരാം. ഈ കാണുന്ന ആ ഒരു ബ്രാക്കറ്റുണ്ട്, സെൻറ്ററിൽ കാണുന്ന ബ്രാക്കറ്റുണ്ട്. ഇങ്ങനെ ഇട്ട ശേഷം വച്ചിട്ട് മുകളിലോട്ട് വലിച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, പുതിയ ബ്ലേഡും അങ്ങനെ തന്നെയാണ് വയ്ക്കേണ്ടത്. പക്ഷേ രണ്ടും കൂടെ നടക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കണം, ഇതെല്ലാം കൂടെ ആകുമ്പോൾ പറ്റില്ല. ഞാനത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വൈപ്പർ ബ്ലേഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് വശത്തും വൈപ്പർ ബ്ലേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് നോക്കണം. വെള്ളം ഒഴിച്ച് നോക്കിയാൽ മാത്രമേ, ഏതെങ്കിലും ഒരു വശത്ത് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ആമ് ഒന്ന് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് വൈപ്പർ ഇട്ടാൽ മാത്രമേ ഏതെങ്കിലും ഒരു വശത്ത്, ചിലപ്പോൾ സെൻറ്റർ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ സൈഡായിരിക്കാം, ഏതെങ്കിലും ഒരു വശത്ത് ബ്ലേഡ് പിടിക്കുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഫ്രെയിംലെസ് ബ്ലേഡ് ആയതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഈ കാണുന്ന സെൻറ്റർ പോർഷൻ പിടിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് ഈ ബ്ലേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചൊന്ന് നോക്കണം, വൈപ്പർ ഇട്ട് നോക്കണം, ശരിയായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പിടിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയുവാനായിട്ട് സാധിക്കുള്ളൂ. പലരും വൈപ്പർ ബ്ലേഡ് മാറിയ ശേഷം അങ്ങ് പോവാറാണ് പതിവ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം വൈപ്പർ ബ്ലേഡ് മാറിക്കഴിഞ്ഞാൽ അതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്യണം. എല്ലാ വശങ്ങളിലേക്കും ബ്ലേഡ് പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെള്ളം തോർന്നു പോകുന്നുണ്ടോ എന്ന് കറക്റ്റ് നോക്കിയ ശേഷം മാത്രമേ വർക്ക്ഷോപ്പിൽ നിന്ന് വരാവൂ. ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്.